ഗൈസ്, അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് 3 ദിവസത്തെ ഒരു വ്ളോഗാണ്. അതായത് 3 ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കമ്മീഷൻ്റെ തലേദിവസമാണ്. കമ്മീഷൻ്റെ തലേദിവസം ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു, ബുക്കും വർക്ക്സും എല്ലാം കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ തലേദിവസം വന്ന് ബുക്കൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ വന്ന വഴിക്ക് ഞാൻ കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറികൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ കോളേജിൻ്റെ സൈഡാണ്. പിറ്റേ ദിവസത്തെ വ്ളോഗാണ് പിന്നെ നിങ്ങൾ കാണുന്നത്. അതായത് കമ്മീഷൻ ഡേക്ക് ഫുള്ള് ടെൻഷൻ അടിച്ചതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. അനുപ്രിയയ്ക്ക് എന്തോ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഷാഹുൽ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ് കാണാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു ചാക്ക് മൊത്തം ഞാൻ എൻ്റെ ബുക്സ് എടുത്തിട്ട് പോവുകയാണ്. കമ്മീഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ബുക്സും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ മേളിൽ പോയി എക്സിബിഷൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരുടെയും കൂടെ എടുക്കാൻ. അങ്ങനെ എല്ലാവരുടെയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കമ്മീഷനൊക്കെ സെറ്റ് ചെയ്ത് അവർ പറഞ്ഞതിന് ശേഷം ടീച്ചേഴ്സൊക്കെ ഡിസ്കഷനിലായിരുന്നു, മീറ്റിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലാകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വന്ന് സജഷൻസൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് പേരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ബുക്സും കാര്യങ്ങളൊക്കെ തിരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് പേരെ മാത്രം കേട്ടോ ബുക്സൊക്കെ നിങ്ങൾ കാണുന്നത്. അവരെന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അന്ന് തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ബാക്കി എല്ലാ ബുക്സും, ഇനി ഇപ്പോൾ 2 സെമസ്റ്റർ ബുക്സാണ് ആ ചാക്കിലൊക്കെ നിങ്ങൾ കണ്ടത്. 2 സെമസ്റ്ററിലെ ബുക്സ് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇത്രയും ബുക്സ് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. 19 അത്രയും അധികം ബുക്സ് എഴുതാനൊക്കെ എന്തോരം എഴുതി തീർത്തതാണ്. ഒരു സമാധാനമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ, പിറ്റേ ദിവസം രാവിലെയാണിത്, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്. സോ അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി. കമ്മീഷൻ്റെ പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ട്രെയിനിനാണ് പോകുന്നത്. ഞാൻ അത് കഴിഞ്ഞ് മെട്രോയ്ക്കൊക്കെ ആയതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് മെട്രോയ്ക്കാണെങ്കിലും ബസ്സിലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ ആണെങ്കിൽ എനിക്ക് നല്ലൊരു വിൻഡോ സീറ്റ് കിട്ടി. മഴയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു, പാട്ടും ഉണ്ടായിരുന്നു ബസ്സിൽ. അതൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് തന്നെ തിരിച്ച് ഞാൻ പോകുന്നു. എന്തോ കുറേ സമാധാനമുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എന്താ പറയുക ഇത്ര ഫ്രീ ആവുന്നത്. ഇനിയിപ്പോൾ ഒന്നും എഴുതണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു ഫ്രീ ആണ്. കാരണം 2 വർഷമായിട്ട് ഇങ്ങനെ ഫുൾ എപ്പോഴും സ്ട്രെസ്സായിട്ട് എഴുതണം, പിന്നെ എഴുതിയതാണെങ്കിൽ കറക്റ്റ് ആവുമോ അങ്ങനത്തെ ഒക്കെ ടെൻഷനായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ മാറി റിലാക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എക്സാമാണ് ഉള്ളത്, എന്നാലും ഓക്കെ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാനും അച്ചാമ്മയും കല്ലും കൂടെ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയതാണ്. ഈ പാടത്തിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുല്ലപ്പൂവും പ്രസാദവും ഒക്കെ കിട്ടി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.